Hi everyone, hi Genius community. There is an update for you. NDA examination വിളിച്ചിരിക്കുകയാണ്. And what is NDA? ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. So NDA exam എന്ന് പറയുന്നത് UPSC exam ആണ്. Basically Indian Navy, Indian Army, Indian Air Forceലെ ഓഫീസേഴ്സ് ആവണമെങ്കിൽ നമുക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടി നടത്തുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സോ അതിന്റെ ഫുൾ ഫോം തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ എന്നുള്ളതാണ്. 10ാം ക്ലാസ് +2 കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുകയോ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും നേവിയിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടി NDAയുടെ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. UPSC.online.nic.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. അപ്പൊ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ആപ്ലിക്കേഷൻ ഈ ആഴ്ച കൂടി മാത്രമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളൂ. ജനുവരി 9ാം തീയതി ആകുമ്പോഴേക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ആകും. ചെറിയ ഷോർട്ട് പീരീഡിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. NDA ബേസിക്കലി നടക്കുന്നത് 2 എക്സാംസ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. സോ അതിന്റെ ഫസ്റ്റ് എക്സാം 2 സെഷൻ ആയിട്ട് നടത്താറുണ്ട്. ജസ്റ്റ് ലൈക്ക് JEE മെയിൻ ഒക്കെ നടത്തുന്നത് പോലെ. ഫസ്റ്റ് സെഷൻ വരാൻ പോകുന്നത് ഏപ്രിൽ മാസമാണ്. സെക്കൻഡ് സെഷൻ സെപ്റ്റംബറിലാണ് ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് സെഷനിലുള്ള ആപ്ലിക്കേഷൻ ഫോം ആണ് വിളിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് UPSCയുടെ വെബ്സൈറ്റിലേക്ക് പോവുക, അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുക. ഒബ്വിയസ്ലി ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേക്ക് ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. OTR ചെയ്യുമ്പോൾ 1 ടൈം രജിസ്ട്രേഷനിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എല്ലാവരും ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. എറർ കൂടാതെ നിങ്ങൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് UPSC കമ്മീഷൻ നമുക്ക് ഓൾറെഡി അറിയാം. UPSCയിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ ആക്റ്റീവ് എക്സാമിനേഷൻസ് എന്ന് നിങ്ങൾ ആ വെബ്സൈറ്റിലുള്ള ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ രണ്ടാമതായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന NDAയുടെ എക്സാമിനേഷൻ നമുക്ക് കാണാം. സോ അതിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ 2024 നടക്കുന്ന ഫസ്റ്റ് എക്സാമിനേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. അഡ്മിഷൻ പോർട്ടൽ ആക്റ്റീവ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വരുന്ന ഓപ്പൺ ആകുന്ന ഈ വിൻഡോയിൽ പ്രധാനപ്പെട്ട ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഓൾറെഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത് ജനുവരി 9 വൈകിട്ട് 6 മണിക്കാണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. നമ്മൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എക്സാമിനേഷന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഓരോ ഫോഴ്സിലേക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കിട്ടണമെങ്കിൽ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സീ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ OTR 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. വാലിഡ് ആയിരിക്കുന്ന ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ IDs കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. UPSC.online.nic.in എന്ന് നമ്മൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് 9ാം തീയതി ആപ്ലിക്കേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ കറക്ഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആകും. ബട്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കെയർഫുൾ ആയിട്ട് എല്ലാവരും ഫിൽ ചെയ്യുക. ഇതിങ്ങനെ ഒരുപാട് 117 പേജസ് അടങ്ങുന്ന വലിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ NDA ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ ആയിട്ട് ഓവറോൾ നമുക്ക് 400 വേക്കൻസീസ് അല്ലെങ്കിൽ 400 അഡ്മിഷൻസ് ആയിരിക്കും NDAയിലൂടെ നടക്കുന്നത്. റെഡി? അപ്പൊ 400 വേക്കൻസീസ് നമുക്കുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതില് എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിലുണ്ടോ? ഉണ്ട്. കാലിക്കറ്റ് ഉണ്ട്, കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തൊക്കെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. എക്സാമിനേഷൻ സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. റെഡി? ഇനി ഇതില് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ഒന്ന്, ഇന്ത്യൻ ആയിരിക്കണം. ഒബ്വിയസ്ലി യെസ്, വി ആർ ടോക്കിംഗ് ടു ഇന്ത്യൻസ്. ലൈക്ക് അപ്പൊ നമ്മൾ എന്തായാലും ഇന്ത്യൻസ് ആണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക. ഏജ് ലിമിറ്റ് നമ്മൾ ജനിച്ചിരിക്കുന്ന വർഷം പ്രധാനമാണ്. 2005 ജൂലൈ 2 അതുപോലെ അതിന് മുന്നേ ജനിച്ചവരാവരുത്, അതിനുശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ 2008 ജൂലൈക്ക് മുന്നേ ജനിച്ചവരായിരിക്കണം. ഓക്കെ, സോ ഇപ്പം +2 ഓൺഗോയിങ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് എഴുതാം. +2 കഴിഞ്ഞിരിക്കുന്നവർക്ക് ഈ എക്സാമിനേഷൻ NDAയുടെ എക്സാമിനേഷൻ എഴുതാം. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം. ഒരുപാട് ഡീറ്റെയിൽസ് താഴെ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ മോഡ് എങ്ങനെയാണ്.
എക്സാമിനേഷനിൽ എന്തൊക്കെയായിരിക്കും സിലബസ് ഉണ്ടാവുക, എത്രമാത്രം ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവുന്നുണ്ട്, എത്ര മണിക്കൂറാണ് എക്സാമിനേഷൻ, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദ സ്കീം ആൻഡ് സിലബസ് ഓഫ് എക്സാമിനേഷൻ. സ്കീം ആൻഡ് സിലബസ് ഓഫ് എക്സാമിനേഷൻ നോക്കിയേ, സബ്ജക്ട് നോക്കിയേ, ഇവിടെ 2 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് മാത്തമെറ്റിക്സ് ആണ്, സെക്കൻഡ് പേപ്പർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. മാത്തമെറ്റിക്സ് കോഡ് 1-2 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 എക്സാമിനേഷന്റെയും ഡ്യൂറേഷൻ 2.5 hours ആണ്. മാത്സ് മാത്രമായിട്ട് നമുക്ക് വരുന്ന മാർക്സ് 300-ലും രണ്ടാമത്തെ പേപ്പറിൽ വന്നിരിക്കുന്നത് ടോട്ടൽ 600 ആണ്. സോ സെക്കൻഡ് പേപ്പർ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് വരും, കെമിസ്ട്രി വരും, ബയോളജി വരും, ജനറൽ നോളജ് വരും, സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെന്റ്, ഇതൊക്കെ വരും, ഇംഗ്ലീഷ്, ഇതൊക്കെ വരും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് നടക്കുന്ന 2.5 മണിക്കൂറിന്റെ പരീക്ഷയ്ക്ക് 600 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 900-ലായിരിക്കും നമുക്ക് എക്സാമിനേഷൻ നടക്കുക. അങ്ങനെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷവും നമുക്ക് പ്രോസസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് SSB ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടക്കും. അതിനുശേഷമാണ് ഫൈനലി റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ റിക്രൂട്ടഡ് ആവുന്നത്, റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ ക്രൈറ്റീരിയാസിൽ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ശ്രദ്ധിക്കും. എക്സാമിനേഷനിൽ വരുന്ന സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിലബസ് ഓഫ് ദി എക്സാമിനേഷൻ പേപ്പർ 1 മാത്തമെറ്റിക്സ് ആണ്. അപ്പൊ മാത്തമെറ്റിക്സ് കോഡ് 1 എന്നൊക്കെ എഴുതിയിട്ട് കാണാം. മാക്സിമം മാർക്സ് എത്രയാ? 300 ആണ്. മാത്സിൽ നമുക്ക് പരിചയമുള്ള 11th 12th ആയിട്ട് നമ്മൾ പഠിച്ച അതിനു മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെയുള്ള ബേസ് കോൺസെപ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ആൾജിബ്രയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് വരുന്നു, ട്രിഗണോമെട്രി, അനലിറ്റിക്കൽ ജിയോമെട്രി, 3D, കാൽക്കുലസിൽ നിന്ന്, ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ മാത്സിലുള്ള മുഴുവൻ സിലബസ് ഇവിടെ കാണാം. വെക്ടർ ആൾജിബ്ര, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ഇത്രയാണ് മാത്സിൽ ശ്രദ്ധിക്കാനുള്ളത്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന കോഡ് നമ്പർ 2 ഉള്ള 600 മാർക്സിന് വരുന്ന പേപ്പറിൽ നമുക്ക് പാർട്ട് എ ഇംഗ്ലീഷ് ആണ്, 2 പാർട്ടായിട്ടാണ് സെക്കൻഡ് പേപ്പർ ഉണ്ടാവുക. പാർട്ട് ബിയിൽ ജനറൽ നോളജ് വരുന്നു. ഈ ജനറൽ നോളജില് നമുക്ക് വരുന്നത് പല സെക്ഷൻസ്, അതായത് അതിൽ ഫിസിക്സ് വരും. ഫിസിക്സിലുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർട്ടീസ്, ബേസിക് ആയിരിക്കുന്ന ഫിസിക്സിലെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കുന്നു. വെലോസിറ്റി, ആക്സലറേഷൻ, ബേസിക്കലി മോഷനിന്റെ പ്ലെയിനും മോഷനിന്റെ സ്ട്രെയിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി, കണ്ടക്ടേഴ്സ്, സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പുള്ളീസ്, ഇതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ്, മാറ്റർ ആൻഡ് കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന നമ്മുടെ സിലബസിൽ, നമ്മൾ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സിലബസിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ജനറൽ സയൻസിലേക്ക് വരുമ്പോഴേക്ക് ലിവിങ് ആൻഡ് നോൺ ലിവിങ്ങിന്റെ ഡിഫറൻസസ്, എലിമെന്ററി നോളജ് അബൌട്ട് ഹ്യൂമൻ ബോഡി, അതാണ് ചെറിയൊരു ബയോ പാർട്ട് നമുക്ക് അതിൽ വരുന്നു, ഫുഡുമായി ബന്ധപ്പെട്ടത്. പിന്നെയുള്ള സെക്ഷൻ ഡിയിൽ ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെന്റ് പോലെയുള്ള ജനറൽ കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഓക്കെ, ജോഗ്രഫി എന്നുള്ള ചോദ്യമുണ്ട്, കറന്റ് ഈവന്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. റെഡി? അപ്പൊ ഇങ്ങനെ സെക്കൻഡ് പേപ്പറിൽ നമുക്ക് സെക്ഷൻ ABCDEF ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് വെയിറ്റേജ്, അപ്രോക്സിമേറ്റ്ലി വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് എന്നാണെങ്കിൽ 25% വരും. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, അതില് ജനറൽ ആയിരിക്കുന്ന ജനറൽ കണ്ടന്റ്, കറന്റ് ഈവന്റ്സ്, ഇതിനൊക്കെ 20, 10, 15% വെയിറ്റേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെയിറ്റേജിൽ അധികം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതില്ല അല്ലെ. ഇതാണ് സിലബസ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ ടെസ്റ്റില് ആദ്യം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിനുശേഷം ഇന്റർവ്യൂ പ്രോസസ്സ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള അഡ്മിഷൻ നമുക്ക് അതിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ വൃത്തിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റി കാർഡിന്റെ ID കാർഡിന്റെ PDF ഫോർമാറ്റ് കയ്യിൽ ഉണ്ടാവണം. നമ്മൾ എടുക്കേണ്ടത് ആധാർ, വോട്ടേഴ്സ് ID കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ഫോട്ടോ ID, എനി അതർ ഫോട്ടോ ID കാർഡ്, ഇത് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. ഇങ്ങനെയുള്ള ID കാർഡ്സ് വെച്ച് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാം. ഏത് ഫോട്ടോ ആണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതേ ഫോട്ടോ ആയിരിക്കും നമ്മുടെ ID കാർഡിൽ ഉണ്ടായിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം ഇത് തന്നെയാണ് ഫ്യൂച്ചർ റെഫറൻസിൽ
യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദി ഐഡിയ. ഇപ്പൊ NDA എക്സാമിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എവിടേക്കാണ് ഈ അഡ്മിഷൻ നടക്കുന്നത്, അതിലുള്ള സിലബസ് എന്താണ്, എത്ര സമയമാണ് എക്സാംസ്, എവിടെയായിരിക്കും എക്സാം നടക്കുന്നത്, ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, എത്ര വരെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഡേറ്റ് നമ്മൾ ശ്രദ്ധിച്ചു. ജനുവരി 9 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ, വൈകിട്ട് 6 മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. സോ വേക്കൻസീസ് ഉണ്ട്, അതിൽ ഫീമെയിൽ കോട്ട നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓരോന്നിലും നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സ്കീമിലും നമുക്ക് ഫീമെയിലിന് സെപ്പറേറ്റ് കോട്ടാസ് അവൈലബിൾ ആണ്. അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ക്രൈറ്റീരിയാസ് ഒക്കെ വേറെ ഉണ്ട്, ലൈക്ക് ഹൈറ്റ് എങ്ങനെയാണ്, വെയിറ്റ് എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് അതുകൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. സോ NDA എക്സാമിനേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദീസ് നോട്ടിഫിക്കേഷൻ. നിർബന്ധമായിട്ടും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോവുക. കെയർഫുൾ ആയിട്ട് എന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹറി ബറിയായിട്ട് ഫില്ല് ചെയ്യരുത്, കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്ത് ഫില്ല് ചെയ്ത് പോവുക. സോ +2 പഠിക്കുന്ന അല്ലെ +2 കഴിഞ്ഞിരിക്കുന്ന 2005-2008 ജൂലൈയില് 2005 ജൂലൈക്ക് ശേഷം ജനിച്ചവരോ 2008 ജൂലൈ മുന്നേ ജനിച്ചവർക്കോ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡി? സോ ദാറ്റ്സ് അബൌട്ട് ദി അപ്ഡേറ്റ് അബൌട്ട് NDA എക്സാമിനേഷൻ. അതിന്റെ സിലബസും കണ്ടു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് NDA എക്സാമിനേഷൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. എനിവേ, ഗോ ത്രൂ ദിസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ഗോ ത്രൂ ദെയർ ആക്റ്റീവ് എക്സാംസ്. അപ്പൊ അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് എക്സാം നെയിം എന്ന് കാണാം. നമുക്ക് അവിടെ NDAയുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നാണല്ലോ പേര്. സോ ഞാൻ നാഷണൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നോക്കിയാൽ 2023 2 ഫേസ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ. ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. അപ്പൊ സെഷൻ 1 സെഷൻ 2 രണ്ടിന്റെയും 2023 പ്രീവിയസ് ഇയേഴ്സിലുള്ളതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഗോ ത്രൂ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് നൗ ലോഡിംഗ്. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക. നിർബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇതിന്റെ ഫീ സ്ട്രക്ചേഴ്സ് വരുമ്പോഴേക്ക് 100 rupees മാത്രമാണ് ഫീ സ്ട്രക്ചേഴ്സ് നമുക്ക് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഇത് അവൈലബിൾ ആവുള്ളൂ. സോ ആദ്യം വന്നിരിക്കുന്ന പാർട്ട് A നിന്നുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കാണാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് തരുന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇൻകറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ മറന്നു പോകേണ്ട, upsconline.nic.in നമ്മുടെ ഈ ആക്റ്റീവ് എക്സാമിനേഷൻ NDAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.